തിരുമൂലദേവന്റെ തിരുമന്ത്രം 6-ാം തന്ത്രത്തിലെ ദ്രഷ്ടാവ്, ജ്ഞാനം, ദൃശ്യം എന്ന ത്രിപുടിയെ കുറിച്ചിട്ടാണ് നാം കണ്ടുകൊണ്ടിരുന്നത്. നമുക്ക് അടുത്ത പാടലിലേക്ക് കിടക്കാം. അറിവിനെ അറിയാത്ത മൂഢനായിരുന്നേൻ മുൻ ഭേദിച്ചാൻ നന്ദി പിന്നെ അജ്ഞാനത്തെ അറിവിനെയും ജ്ഞാനന്നിരുന്നോരൻ പ്രാണനെ ശിവമാക്കി ഈ വിധം ദൃശ്യമായി തീർന്നെന്ന് എന്നിലെൻ്റെ പ്രാണൻ കാണാത്ത കാഴ്ചയെയും കേൾക്കാത്ത കേൾവിയെയും വന്നു പോകാത്ത ഭോഗം വെഷ്ടിഹീനം സമഷ്ടി കൂസാത്ത കൂസലും പിന്നാദാന്ത ബോധവും ഞാൻ കാണാതെ കാണുവാനായി കാട്ടിനാൻ നന്ദിദേവൻ. അപ്പോൾ അജ്ഞാനത്തിൽ നിന്ന് ജ്ഞാനത്തിലേക്ക് എത്തിച്ചേർന്ന ഒരു സാധകൻ്റെ അവസ്ഥാവിശേഷത്തെക്കുറിച്ചിട്ടാണ് തിരുമൂലദേവനയുടെ പറയുന്നത്. ഇതാ നോക്കൂ, അറിവിനെ അറിയാത്ത മൂഢനായിരുന്നേൻ മുന്നേ, അതായത് ജ്ഞാനം ലഭിക്കുന്നതിന് മുമ്പ് അറിവിനെ അറിയാത്ത മൂഢനായിരുന്നു ഞാൻ. എന്താണ് അറിവ് എന്ന് അറിയാത്ത കേവലം അജ്ഞാനിയായ മൂഢനായിരുന്നു ഞാൻ. എന്നാൽ നന്ദിദേവൻ പിന്നീട് ഈ ജ്ഞാനത്തെ, അറിവിനെയും ജ്ഞാനനിരുന്നരൻ പ്രാണനെ ശിവമാക്കി, പിന്നീട് ജ്ഞാനശക്തി എനിക്ക് നൽകി. വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണിത്. നന്ദിദേവൻ, ശിവഭഗവാൻ എൻ്റെ അജ്ഞാനത്തെ ഇല്ലാതാക്കി ജ്ഞാനഭൂമിയിലേക്ക് എനിക്ക് പ്രവേശനം നൽകി. അങ്ങനെ അറിവിൻ്റെ ലോകത്ത് അറിവിനെ അറിഞ്ഞപ്പോൾ എന്തു സംഭവിക്കുന്നു? പ്രാണൻ ശിവമായി മാറി. എൻ്റെ പ്രാണനെ ശിവമാക്കി മാറ്റിയത് നന്ദിദേവനാണ്. അപ്പോൾ നന്ദിയുടെ അരുളാൽ, ശിവൻ്റെ അരുളാൽ, ശിവൻ്റെ അനുഗ്രഹത്താൽ എന്നിൽ കുടികൊണ്ടിരുന്ന അജ്ഞാനം മുഴുവനും മാഞ്ഞു പോവുകയും പകരം ജ്ഞാനം എന്നിൽ നിറയുകയും ചെയ്തു. അങ്ങനെ ജ്ഞാനം നിറഞ്ഞപ്പോൾ എൻ്റെ പ്രാണൻ എന്തായി മാറി? ശിവമായി മാറി. അപ്പോൾ ഞാൻ ശിവനായി മാറി. പ്രാണൻ, എൻ്റെ പ്രാണനെ ശിവമാക്കി മാറ്റി നന്ദിദേവൻ. അപ്പോൾ എന്താണ് സംഭവിക്കുന്നത്? ദൃശ്യമായി തീർന്നെന്നിലൻ പ്രാണൻ കാണാത്ത കാഴ്ചയും കേൾക്കാത്ത കേൾവിയും വന്നു പോകാത്ത ഭോഗം വെഷ്ടിഹീനം സമഷ്ടി കൂസാത്ത കൂസലും പിന്നാദാന്ത ബോധവും ഞാൻ കാണാതെ കാണുവാനായി കാട്ടിനാൻ നന്ദിദേവൻ ഇതേവരെ ഞാൻ കാണാത്ത കാഴ്ചകൾ എനിക്ക് കാണിച്ചു തന്നു. ഞാൻ ഇതേവരെ കാണാത്ത കാഴ്ചകളെല്ലാം ശിവഭഗവാൻ എനിക്ക് കാണിച്ചു തന്നു. ഇതേവരെ ഞാൻ മായയ്ക്കടിമയായിരുന്നു. ഇപ്പോൾ മായ എന്നിൽ നിന്ന് മാറിയതോടുകൂടി യഥാർത്ഥമായ കാഴ്ച എൻ്റെ കണ്ണുകൾക്കിപ്പോൾ കാണാൻ കഴിയുന്നുണ്ട്. ഇതേവരെ എൻ്റെ കണ്ണുകൾ കണ്ടതെല്ലാം മിഥ്യയായിരുന്നു, മായയായിരുന്നു. പക്ഷേ അറിവിൻ്റെ ആ മഹാസാഗരത്തിൽ ഞാൻ പ്രവേശിച്ചപ്പോൾ എനിക്ക് ഇതേവരെ കാണാത്ത കാഴ്ചകളെല്ലാം കാണാൻ കഴിഞ്ഞു. പിന്നെ കേൾക്കാത്ത കേൾവി, ഇതേവരെ കേൾക്കാത്ത ശബ്ദങ്ങൾ ഇപ്പോൾ ഞാൻ കേട്ടു തുടങ്ങിയിരിക്കുന്നു. പിന്നെയോ ഭോഗങ്ങൾ, ഇതേവരെ ഞാൻ അനുഭവിച്ച ഭോഗങ്ങളെല്ലാം ഭൗതിക ഭോഗങ്ങളായിരുന്നു. ഇപ്പോൾ ഞാൻ അനുഭവിക്കുന്ന ഭോഗങ്ങളെല്ലാം തന്നെ ദിവ്യഭോഗങ്ങളാണ്. ഇതേവരെ എൻ്റെ ജീവിതത്തിൽ ഭൗതികമായ സ്നേഹമാണ് നിറഞ്ഞു നിന്നിരുന്നതെങ്കിൽ ഇപ്പോൾ മുതൽ എൻ്റെ സ്നേഹം ആത്മീയ സ്നേഹമായി മാറിയിരിക്കുന്നു. ഭൗതിക സുഖഭോഗങ്ങൾ ആത്മീയ സുഖഭോഗങ്ങളായി മാറിയിരിക്കുന്നു. ഇതേവരെ ഞാൻ വ്യഷ്ടികളെയാണ് കണ്ടിരുന്നത്, ഇപ്പോൾ ഞാൻ സമഷ്ടിയായി മാറിയിരിക്കുന്നു. അതായത് ലോകം മുഴുവനും ശിവനാണ് എന്നുള്ള സത്യം ഞാനിപ്പോൾ തിരിച്ചറിഞ്ഞിരിക്കുന്നു. കൂസാത്ത കൂസലും നാദാന്ത ബോധവും എനിക്ക് കിട്ടിക്കഴിഞ്ഞിരിക്കുന്നു. ഇപ്പോൾ എനിക്ക് ഭയമില്ല, ഞാൻ അഭയത്തിലാണ് കഴിയുന്നത്.
ഭയരഹിതമായ അഭയത്തിൽ, അഭയമാകുന്ന ബ്രഹ്മത്തിൽ, അഭയമാകുന്ന അറിവിലാണ് ഇപ്പോൾ ഞാൻ ജീവിക്കുന്നത്. പിന്നെ നാദത്തിൻ്റെ അന്തമായ, നാദാന്തമായ, നാദത്തിൻ്റെയും അന്തമായ ബോധത്തിലാണിപ്പോൾ ഞാൻ ജീവിക്കുന്നത്. എപ്പോഴും ഞാൻ ബോധത്തിൽ തന്നെ ജീവിക്കുന്നു. എപ്പോഴും ഞാൻ ശിവനിൽ തന്നെ ജീവിക്കുന്നു. എപ്പോഴും ഞാൻ താനായി തന്നെ ജീവിക്കുന്നു. അപ്പോൾ ഞാൻ താനായി ഇരിക്കുന്ന, ആയി മാറിയ അവസ്ഥയിലേക്കാണ് ഇവിടെ തിരുമൂലദേവൻ നമ്മെ കൊണ്ടെത്തിക്കുന്നത്. ഇതെല്ലാം നന്ദിദേവൻ എനിക്ക് കാട്ടിത്തന്നു. അപ്പോൾ ഇതേവരെ നാം കാണുന്ന കാഴ്ചകളെല്ലാം തന്നെ കണ്ണിൻ്റെ മായാസൃഷ്ടികളാണ്. നാം ഇപ്പോൾ എന്താണോ കാണുന്നത്, ആ കാണുന്ന കാഴ്ച സത്യമല്ല, അത് മായയാണ്. പക്ഷേ ജ്ഞാനം ലഭിച്ചു കഴിഞ്ഞാൽ നമ്മുടെ കണ്ണുകൾക്ക്, അതായത് മൂന്നാം കണ്ണ് പ്രകാശിക്കും. പിന്നെ കാണുന്നതെല്ലാം ശിവമയമായിരിക്കും. കേൾക്കുന്ന ശബ്ദമെല്ലാം ശിവമയമായിരിക്കും. അതേപോലെ തന്നെ അനുഭവിക്കുന്ന അനുഭവങ്ങളെല്ലാം ശിവഭോഗങ്ങളായി മാറും. അങ്ങനെ എല്ലാം ശിവമയമായി, സമഷ്ടിയും ശിവമയമായി മാറുന്ന ഒരവസ്ഥയിലേക്ക് സാധകനെ ശിവഭഗവാൻ കൊണ്ടു ചെന്നെത്തിച്ചു. പറഞ്ഞതിൻ്റെ ചുരുക്കം ഇത്രയാണ്. ഇത്രയും നാളും ഞാൻ അജ്ഞാനത്തിൽ മുഴുകിക്കഴിയായിരുന്നു. ശിവസാധനയിലൂടെ എന്നിലെ അജ്ഞാനം മാറിക്കിട്ടുകയും ഞാൻ ജ്ഞാനഭൂമിയിലേക്ക് പ്രവേശിക്കുകയും ചെയ്തു. അങ്ങനെ ജ്ഞാനത്തെ സാക്ഷാത്കരിക്കാൻ കഴിഞ്ഞതോടുകൂടി എൻ്റെ കാഴ്ചകളെല്ലാം മാറി, എൻ്റെ കേൾവികളെല്ലാം മാറി, എൻ്റെ സുഖഭോഗങ്ങളെല്ലാം ദിവ്യസുഖഭോഗങ്ങളായി പരിണമിച്ചു. അങ്ങനെ എല്ലാം ശരിക്കും ദിവ്യമായി മാറുന്ന, ശിവമയമായി മാറുന്ന അത്ഭുതകരമായ കാഴ്ച ഇവിടെ സാധകന് സംഭവിക്കുന്നു. അപ്പോൾ ഒരു ശിവസാധകൻ ശിവസാധനയിലൂടെ, ശിവയോഗാനുഭൂതിയിലൂടെ നേടിയെടുക്കുന്നത് അജ്ഞാനത്തെ നശിപ്പിച്ച് ജ്ഞാനമാകുന്ന ശിവത്തെ സാക്ഷാത്കരിക്കുമ്പോഴാണ്. അങ്ങനെ ശിവമെന്ന ജ്ഞാനത്തെ, ശിവമെന്ന ബോധത്തെ സാക്ഷാത്കരിച്ച ഒരു സാധകൻ കാണുന്നതെല്ലാം ശിവമയമായിരിക്കും, കേൾക്കുന്നതെല്ലാം ശിവശബ്ദമായിരിക്കും, അനുഭവിക്കുന്ന സുഖഭോഗങ്ങളെല്ലാം ശിവസുഖഭോഗങ്ങളായിരിക്കും, ശിവൻ്റെ ആനന്ദമായിരിക്കും, ശിവ ആനന്ദ ലഹരിയായിരിക്കും പിന്നെ സാധകൻ എപ്പോഴും ഉണ്ടാകുക. വളരെ പ്രധാനപ്പെട്ടതാണ് ശിവാനന്ദ ലഹരി. ഈ ശിവാനന്ദ ലഹരി നുകർന്നുകൊണ്ടാണ് ശങ്കര ഭഗവത്പാദർ ശിവാനന്ദ ലഹരി എന്ന അതിഗംഭീരമായ കാവ്യം ചമച്ചത്. ശിവാനന്ദ ലഹരിയിൽ മുങ്ങിക്കഴിയുന്ന ഒരു സാധകൻ്റെ കേൾവി, ഒരു സാധകൻ്റെ കാഴ്ച, ഒരു സാധകൻ്റെ ശിവാനുഭൂതി, അതെല്ലാം ഈ കാവ്യത്തിൽ ശങ്കര ഭഗവത്പാദരുടെ ഈ കാവ്യത്തിൽ നമുക്ക് കാണാവുന്നതാണ്. ശിവാനന്ദ ലഹരിയിൽ മുങ്ങിയ ശങ്കര ഭഗവത്പാദരുടെ ജ്ഞാനഭൂമിയിലെ ആ അനുഭൂതി വിശേഷങ്ങൾ ചിത്രീകരിക്കുന്ന കാവ്യത്തെക്കുറിച്ച് നാം ഇതിനു മുമ്പ് പലപാട് കണ്ടു. എല്ലാ യോഗാത്മക കവികളും ചിത്രീകരിക്കുന്നത് ഈ ശിവാനന്ദ ലഹരിയെയാണ്. നമുക്ക് നേരത്തെ തന്നെ പരിചയമുള്ള തിരുവാചകത്തിലേക്ക് ഒന്നുകൂടി കിടക്കാം. തിരുവാചകത്തിൽ നോക്കൂ, അതിൽ പ്രധാനമായിട്ടും തിരുപ്പൂവല്ലി എന്ന് പറഞ്ഞിട്ട് 15-ാമത്തെ അധ്യായം, തിരുവാചകത്തിലെ 15-ാമത്തെ അധ്യായത്തിൻ്റെ മലയാള തർജ്ജമ തിരുവല്ലം കൊടുത്തിരിക്കുന്നത് നമുക്ക് നോക്കാം. നീണ്ട നാൾ ഞാൻ പൂജിച്ചു സേവിക്കാൽ എൻ ഫാലമണ്ഡലത്തവൻ പാദം വച്ചനുഗ്രഹിച്ചല്ലോ. കല്ലുരുക്കുമ്പോൾ നെഞ്ചുരുക്കി സ്നേഹവായ്പിൻ കല്ലോലം സൃഷ്ടിച്ചോനായി പൂവല്ലിയർത്തിയിടാം. എൻ്റെ ഭഗവാൻ ശിവൻ എന്നിൽ കരുണ ചൊരിയുന്നു. നീണ്ട നാൾ ഞാൻ ശിവപൂജ ചെയ്തു.
ശിവനെ സേവിച്ചു. ശിവനെ സേവിക്കുക എന്ന് വെച്ചാൽ ശിവസേവ ചെയ്തു. അങ്ങനെ നീണ്ട നാൾ ഞാൻ ശിവനെ പൂജിച്ച് സേവിച്ചതുകൊണ്ട് അവൻ എന്ത് ചെയ്തു? എൻ്റെ ഭാലത്തിൽ, എൻ്റെ നെറ്റിത്തടത്തിൽ, എൻ്റെ നെറ്റിത്തടമാകുന്ന ആ പൂരക മധ്യത്തിൽ അവൻ സ്പർശിച്ചു. എന്ത്? പാദം കൊണ്ട് സ്പർശിച്ചു. അങ്ങനെ പാദം വച്ച് അനുഗ്രഹിച്ചപ്പോൾ എന്തായി തീർന്നു? ഞാൻ കല്ലുരുക്കുമ്പോൾ നെഞ്ചുരുക്കി. കല്ല് എങ്ങനെയാണോ ഉരുകുന്നത് അതുപോലെ എൻ്റെ നെഞ്ച് ഉരുക്കി. എങ്ങനെ? സ്നേഹവായ്പാൽ കല്ലോലം സൃഷ്ടിച്ചു. സ്നേഹത്തിൻ്റെ ഒരു മഹാകല്ലോലം എന്നിൽ ആഞ്ഞടിച്ചു. നമ്മൾ നേരത്തെ കണ്ട ശക്തിപാദമാണിത്. ശിവൻ നേരിട്ട് ഭ്രൂമധ്യത്തിൽ ശക്തിപാദം നൽകിയാണ്. ഈ ഭ്രൂമധ്യത്തിൽ ആജ്ഞാചക്രത്തിൽ ശിവഭഗവാൻ തൻ്റെ പാദം സ്പർശിച്ചു. ശിവഭഗവാന്റെ പാദം എൻ്റെ ഭ്രൂമധ്യത്തിൽ ആജ്ഞാചക്രത്തെ സ്പർശിച്ചതോടുകൂടി എനിക്ക് ശക്തിപാദം ലഭിച്ചു എന്നാണ് ഇവിടെ മാണിക്യവാചകർ പറയുന്നത്. മാണിക്യവാചകർ അങ്ങനെ പറഞ്ഞിട്ട് എന്താണ് സംഭവിച്ചത് നോക്കൂ. കല്ലുരുക്കുമ്പോൾ നെഞ്ചുരുക്കി. ഭഗവാൻ എൻ്റെ കല്ല് പോലുള്ള ഹൃദയം എന്താക്കി? ഉരുക്കി. അതിനെ വളരെ മൃദുലമാക്കി മാറ്റി. കല്ലിനെ ഉരുക്കുന്ന ആ ഉരുക്ക് ശക്തിയാണ് ശിവശക്തി. ഒരിടത്ത് എഴുത്തച്ഛൻ പാടുന്നുണ്ട്. വളരെ ഗംഭീരമായൊരു രംഗമാണത്. വളരെ ടച്ചിങ് ആയിട്ടുള്ളൊരു രംഗമാണത്. അതായത് മഹാഭാരത യുദ്ധത്തിന് ശേഷം ആ ശ്മശാന ഭൂമിയിലേക്ക്, കുരുക്ഷേത്ര യുദ്ധഭൂമിയിൽ തൻ്റെ ബന്ധുജനങ്ങളും വേണ്ടപ്പെട്ടവരുമെല്ലാം മരിച്ചു കിടക്കുന്ന കാഴ്ച, ചോരയൊലിച്ച് മരിച്ചു കിടക്കുന്ന കാഴ്ച ഗാന്ധാരി കാണുകയാണ്. തൊട്ടടുത്ത് ശ്രീകൃഷ്ണ ഭഗവാനുണ്ട്. അപ്പോൾ ശ്രീകൃഷ്ണനോട് ദേഷ്യം തോന്നുകയാണ് ഗാന്ധാരിയെ. ഉടനെ ഗാന്ധാരി ശ്രീകൃഷ്ണനോട് ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്. കല്ലുകൊണ്ടോ മനം താവകം, എങ്കിൽ ആ കല്ലിനും ആർദ്രതയുണ്ട് കാണുമ്പോൾ. അല്ലയോ കൃഷ്ണ, നിൻ്റെ മനസ്സ് കല്ലുകൊണ്ടാണോ ഉണ്ടാക്കിയിരിക്കുന്നത്? സാധാരണ കല്ലുകൊണ്ടുണ്ടാക്കിയ മനസ്സ് പോലും ഈ ഭയാനകമായ കാഴ്ച, ഈ ദുരന്ത കാഴ്ച കാണുമ്പോൾ അലിഞ്ഞു പോകും. എന്നിട്ടും അല്ലയോ കൃഷ്ണ, നിൻ്റെ മനസ്സ് അലിയുന്നില്ലല്ലോ. ഇതെന്ത് തരം കല്ലാണ്? കല്ലിന് പോലും ആർദ്രതയുണ്ട് ഇത് കാണുമ്പോൾ. പക്ഷേ നിൻ്റെ മനസ്സ് ആ കല്ലിനേക്കാൾ ക്രൂരമായ, കരുത്തുള്ള, ദൃഢമായ ഒരു കല്ലാണത്. നിൻ്റെ മനസ്സ് കൊടുങ്കരിങ്കല്ലാണ്, ഒരിക്കലും അലിയാത്ത കരിങ്കല്ലാണെന്ന് പറഞ്ഞ് ശ്രീകൃഷ്ണനെ ഭജിക്കുന്നുണ്ട്. ശ്രീകൃഷ്ണനെ ദേഷ്യത്തോടെ പറയുന്നുണ്ട്. എന്നിട്ട് നീയും നിൻ്റെ കുലവും 12 വർഷത്തിനകം നശിച്ചു പോകുമെന്ന ഒരു ശാപവാക്കും ഇവിടെ ഉദ്ധരിക്കുന്നുണ്ട്. നമുക്കതിലേക്ക് കിടക്കണ്ട. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നതാണ്, ആ കല്ല് പോലും അലിയത്തക്ക വിധത്തിൽ എൻ്റെ മനസ്സ് കല്ല് പോലെയായിരുന്നു. ആ കല്ലിനെ അല്ലയോ ശിവഭഗവാൻ അങ്ങ് എൻ്റെ ഭ്രൂമധ്യത്തിൽ പാദം കൊണ്ട് സ്പർശിച്ചതോടെ ആ കല്ല് വെണ്ണ പോലെയായിത്തീർന്നു, നറും വെണ്ണ പോലെയായിത്തീർന്നു. എന്നിട്ടോ സ്നേഹവായ്പാൽ കല്ലോലം സൃഷ്ടിച്ചു. സ്നേഹത്തിൻ്റെ കല്ലോലം എൻ്റെ ഹൃദയത്തിൽ ആഞ്ഞടിച്ചു. ഞാൻ സ്നേഹത്തിൻ്റെ ലോകത്തിലേക്ക് പ്രവേശിച്ചു. അങ്ങനെ സ്നേഹത്തിൻ്റെ മഹാലോകത്തിലേക്ക് ഞാൻ പ്രവേശിച്ചു എന്നാണ് ഇവിടെ മാണിക്യവാചകർത്താവായ മാണിക്യവാചകർ നമ്മളോട് പറയുന്നത്. അപ്പോൾ മാണിക്യവാചകരുടെ ഈ അനുഭവം തിരുമൂലദേവൻ പറഞ്ഞ ഈ അനുഭവം തന്നെയാണ്. എന്നിട്ട് എൻ്റെ ജന്മങ്ങളെ മുഴുവനും നീ ഇല്ലാതാക്കി തീർത്തു. അങ്ങനെ ജനിമൃതികളിൽ നിന്ന് നീ എനിക്ക് മോചനം നൽകി എന്നാണ്
തിരുവാചകകർത്താവായ മാണിക്യവാചകർ ഈ അനുഭൂതിയെ ചിത്രീകരിക്കുന്നത്. ഇതാണ് തിരുമൂലദേവൻ ഇവിടെ നമ്മളോട് പറയുന്നത്. അപ്പോൾ ത്രിപുടി നാശത്തിലൂടെ താൻ തന്നെ ശിവനായി മാറുന്ന കാഴ്ചയാണ് നാം ഇവിടെ കാണുന്നത്. ഓം ശിവായ തിരുമൂലദേവായ നമഃ.